കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ വചനം നമ്മൾ വായിച്ച 10:46 പറയുന്നു, അവർ എരിയോവിൽ എത്തി. അപ്പോൾ ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: യേശു നിന്റെ മാറ്റത്തിനായി നിന്നെ സന്ദർശിക്കുന്നു. യേശു നിന്റെ മാറ്റത്തിനായി ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ചിലവരെ സന്ദർശിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. എല്ലാ കണ്ണുകളെ അടച്ചാട്ടെ ഒരു നിമിഷം. ചില അന്ധതകളെ, ചില ഇരുട്ടുകളെ ഇന്ന് രാത്രികാലം എൻ്റെ ദൈവത്തിൻ്റെ വചനത്താൽ ആ അന്ധത മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം, ആ അന്ധനായ മനുഷ്യൻ യേശുവിനോട് ഉറക്കെ നിലവിളിച്ചതുപോലെ ഇന്നു രാത്രികാലം നിന്റെ നാവ് യേശുവിലേക്ക് തിരിയുകയാണെങ്കിൽ നിന്റെ അന്ധതയെ ഇന്ന് രാത്രികാലം ചില മാറ്റത്തോടെ നിന്നെ തിരിച്ചു വിളിക്കുവാൻ ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ വചനത്തിൽ കൂടെ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ സകല ആവശ്യത്തിന്മേൽ ഒരു സുരക്ഷിതത്തോടെ എന്റെ ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹൃദയങ്ങളെയും തുറന്നൊരു നിമിഷം അന്ധനായ മനുഷ്യനോട് പലവരും പറഞ്ഞു, നീ മിണ്ടാതെ ഇരിക്കടാ. എന്നാലും അവൻ മിണ്ടാതെ ഇരുന്നില്ല. എത്രമാത്രം ശബ്ദമുയർത്തി വിളിക്കുവാൻ കഴിഞ്ഞോ അത്രമാത്രം ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ആ നിലവിളിയിലാണ്, ആ വിശ്വാസത്തിലാണ് എന്നേക്കുമായി മറഞ്ഞു വയ്യ അവന്റെ അന്ധതയെ ദൈവം തുറന്നത്. ഇന്ന് പകൽക്കാലം നീ ഒരു അന്ധതയിലാണോ? നീ ഒരു ഇരുളിലാണോ? നിനക്ക് വേണ്ടി ഒരുവൻ കടന്നു വന്നിട്ടുണ്ട്. എരിവോൻ ശാപത്തിന്റെ പട്ടണത്തിൽ ചന്ദ്രൻ എന്ന ഹല്ലേലൂയ ചിലതിനെ ആരാധിച്ചു കൊണ്ടിരുന്നതിന്റെ മേൽ ദൈവം കടന്നു വന്ന് സൂര്യ തേജസ് നൽകി ആ ശാപത്തെ പൊട്ടിച്ച്, അന്യാരാധനയെ പൊട്ടിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രികാലം ചില അന്ധതകളെ എൻ്റെ കർത്താവ് വഹിക്കാൻ പോകാം. എല്ലാ ഹൃദയങ്ങളെയും തുറന്നാട്ടെ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖ